ഹായ് ഹലോ വെൽക്കം ടു കോമൺ സെൻസ് ഭാരതി. ഞാൻ നിങ്ങളുടെ സ്വന്തം സുന്ദർ രാമ ലക്ഷ്മണൻ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ഈ മാധ്യമത്തിലൂടെ കാണാൻ പറ്റിയതിൽ സന്തോഷം. ഏവരും കാണുന്നത് കോമൺ സെൻസ് ഭാരതി. ഭാരതത്തിന്റെ നന്മകളെയും ഭാരതത്തിന്റെ തന്മയും ലോകർക്ക് എടുത്തു പറയുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ കോമൺ സെൻസ് ഭാരതീയൻ. എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭാരതത്തിന്റെ ഒരു അംശം ഭാരതത്തിന്റെ ലെജൻസിലുണ്ട് എന്ന് പറയാം. അങ്ങനെ ആ ലെജൻസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാതിരിക്കുന്നത്. 2 സിനിമ ഇറങ്ങി. ഒന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര ആൻഡ് കാന്താര ചാപ്റ്റർ ലെജൻഡ് ദ ചാപ്റ്റർ 1. രണ്ടും ഇതിഹാസങ്ങളെയും രണ്ടും ലെജൻസുകളെയും വച്ച് പറയുന്ന കഥയാണ്. മിത്ത് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലെജൻഡ് എന്ന് ഉപയോഗിക്കുന്നു. ആരാണ് വളരെയധികം നന്നായി ആ ലെജൻസ് എന്ന് പറയുന്ന കാറ്റഗറിയെ നന്നായിട്ട് യൂസ് ചെയ്തത് എന്നൊരു കമ്പാരിസൺ വീഡിയോ ആണ്. പൊതുവെ സിനിമയെ ചർച്ച ചെയ്യാൻ ഈ ചാനൽ തയ്യാറാകുന്നില്ല. എന്നാലും ലെജൻസ് എന്ന് നമ്മുടെ ഇതിഹാസത്തിന്റെ ഭാഗങ്ങളെ കാണിക്കുമ്പോൾ അത് നമ്മുടെ കൺസേൺ ആയി മാറുന്നു. അപ്പോ ഇത് ഒരു അഭിപ്രായം രേഖപ്പെടുത്തൽ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അപ്പോ അതിന്റെ ആദ്യപടിയായി 2 സിനിമയെ നമ്മൾ കാണണം. ഒന്ന് ഡയറക്റ്റഡ് ബൈ ക്രിസ്റ്റഫർ അരുൺ, 2 ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി. രണ്ടുപേരിലും കഥയിൽ എങ്ങനെയാണ് ലെജൻസിനെ ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു പിക്കിള് പോലെയാണ് ലോക സിനിമയിൽ ലെജൻസിനെ ഉപയോഗിച്ചതെങ്കിൽ ഒരു സദ്യ പോലെയാണ് കാന്താരയിൽ ഋഷഭ് ഷെട്ടി ലെജൻസിനെ ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചുരുളി ആൻഡ് ഗുളിക എന്ന് പറയുന്ന ഒരു ലെജൻഡറി സ്റ്റോറിയെ എടുത്ത് ആ സ്റ്റോറിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് ഒരു ഭക്തിയോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് എടുത്ത സിനിമയാണ് കാന്താര ദ ലെജൻഡ് ദ ചാപ്റ്റർ 1. വീണ്ടും ഞങ്ങൾ കുറെ കൂടി കാന്താര വേൾഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മെന്റ് ടു ബി എ യൂണിവേഴ്സൽ ബിൽഡർ, ഇറ്റ് ഈസ് മെന്റ് ടു ബി എ പ്രീക്വൽ. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഒരു സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് പറയണം എന്ന ഒരു ധാരണയും കാന്താരയ്ക്ക് ഇല്ല. മറിച്ച് ലോകയ്ക്ക് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ലോനെസ് നാച്ചുറൽ ആയിട്ട് ലോകയ്ക്ക് ഉണ്ട്. അത് ഉണ്ടാവണം. എക്സൈറ്റ്മെന്റ് ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഉണ്ടായില്ല എന്നാണ് ഞാൻ പറയുക ലോകയെ കുറിച്ച്. കാരണം ലെജൻസിനെ കുത്തിത്തിരിച്ച് വേറൊരു രീതിയിൽ അതിനെ പറയാൻ ശ്രമിക്കുന്നു എന്നൊരു സംശയം എനിക്ക് ആ സിനിമയിൽ നിന്നും ഉണ്ടായി. ബിക്കോസ് നോ അഗൈൻ ഐ ആം നോട്ട് സേയിങ് നമ്മുടെ ലെജൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മിസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല. ടൈറ്റിൽ ക്യാരക്ടർ ആൻഡ് ദി മെയിൻ ക്യാരക്ടർ നീലി പാർവതിപുരത്തിലെ ഒരു അമ്പലത്തിലെ ദേവി സങ്കല്പമാണ്. കത്തനാർ തളച്ചിട്ടില്ല. തളച്ച് എന്ന് പറഞ്ഞതിന് ശേഷം പാർവതിപുരത്തിലെ അമ്മ നീലിയെ വിളിച്ച് അരുൾ പാലിക്കണം എന്ന് ജനങ്ങളോട് നീലിയോട് പറയുകയും നീലി അതേപോലെ ശീലിച്ചു എന്ന് പറയുകയും ഒരു ഐതിഹ്യ കഥയുണ്ട്. ആ ഒരു ലെജൻഡറി സ്റ്റോറി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നീലിയുടെ കഥ ഇവിടെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നു. ഫുള്ളി ജസ്റ്റിസ് കൊടുത്തിട്ടില്ല. അതോടുകൂടി
പല ചരിത്ര രേഖകളെയും ഇത് തിരിച്ചു കുറിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ സത്യമാണ്. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ബിലീവിനെ ഉറപ്പിക്കാൻ വേണ്ടി ഇതിലെ ലെജൻസിന്റെ കഥകളെ കുത്തിത്തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. At least what I feel is like that. Loka was trying to be something extra than other than its original legend. And of course, ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാം. ലെജൻസിനെ അവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, പല സ്ഥലത്ത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള ഇനിയും വലിയ സാധ്യതകളുണ്ട്. ആൻഡ് ടൊമിനോ ഒരു ക്യാരക്ടർ ഉണ്ട്, ചാത്താൻ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ചാത്താൻ സങ്കല്പങ്ങൾ, വിഷ്ണുമായ കുട്ടിച്ചാത്തൻ, മാനൻ തമ്പുരാൻ എന്നിങ്ങനെ പറയുന്നത് ഹൈന്ദവരുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു സ്ഥലത്തിന്റെ കാവൽ ദൈവങ്ങളാണ്. അവയൊക്കെ പിടിച്ച് ഒരു നെഗറ്റീവ് കൊണറ്റേഷനിൽ പറഞ്ഞതുപോലെ എനിക്ക് കഥയിൽ പല സ്ഥലത്ത് തോന്നി. ആൻഡ് മേ ബി ഐ റിയാക്ടഡ് ഓവർലി ബിക്കോസ് ഐ എം എ സനാതനി. ഹൈന്ദവരായതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തത് വേറെ രീതിയിലായിരിക്കാം. ഒരു ന്യൂട്രൽ ക്യാരക്ടറായിട്ട് അതില് നോക്കിയാലും എനിക്കതില് എന്തില്ല, ആ സ്റ്റോറിയില് ലെജൻഡിനെ പ്രോപ്പറായിട്ട് ഡീല് ചെയ്തിട്ടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ള പ്രധാന അഭിപ്രായം. ഓൺ അതർ ഹാൻഡ് കാന്താരയ്ക്ക് ഫുൾ ഭക്തിയോടുകൂടി ഋഷഭ് ഷെട്ടി എഴുതുകയും അതിൽ വിട്ടുവീഴ്ചയില്ലാതെ ലെജൻഡിനെ ലെജൻഡായിട്ട് പ്രസന്റ് ചെയ്തു എന്ന് പറയുന്നതാണ് ശരി. ആൻഡ് കാന്താരയ്ക്ക് ആൾറെഡി ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിലെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രീക്വൽ എടുക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ് എന്ന് പറയാം. എന്നാലും സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും സ്ക്രീൻ പ്ലേ വളരെയധികം ടൈറ്റ് ആയിട്ടും എഴുതാൻ പറ്റിയതിൽ കാന്താരയ്ക്ക് തന്നെയാണ് വിജയം, ലോകയെ കാട്ടി. ആൻഡ് ലോക ഡയറക്ടർ കുറച്ചും കൂടെ ഒന്ന് നോക്കണം. കാരണം സെക്കൻഡ് തേർഡ് പാർട്ടുകൾ ലോക യൂണിവേഴ്സിൽ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ യൂണിവേഴ്സായിട്ട് ഇറക്കുമ്പോൾ ലെജൻഡുകളെ കറക്റ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും അതിനെ മുന്നോട്ട് എടുത്തുകൊണ്ട് പോവുകയും ഒരു ഡയറക്ടറിന്റെ കർത്തവ്യമാണ്. ആൻഡ് ഇനിയിപ്പം വേറെ ഏതെങ്കിലും കഥ പറഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു ഡയറക്ടർ ഇത് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലെവൽ ഓഫ് തിങ്കിങ് വേറെയാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ ആ സാഹചര്യത്തില് എങ്ങനെയായിരിക്കും ലോക എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ പാടാണ്. ആൻഡ് ലോകയുടെ ഒരു മെയിൻ ഡ്രോബാക്ക് ഈസ് ലെജൻഡ്സ് ഹാസ് ബീൻ മിസ്ഇന്റർപ്രറ്റഡ്. അവരുടെ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി ലെജൻഡ്സിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ സ്ക്രീൻ പ്ലേക്കും ആ സ്റ്റോറിക്കും കുറെ കൂടുതൽ എന്തുണ്ടാവും, ബേസസ് ഉണ്ടാകില്ല എന്നതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു സ്റ്റോറിക്ക് ലെജൻഡറി ബേസിസ് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ലെജൻഡ് ട്രൂത്ത്ഫുൾ ആയിരിക്കണം എന്നതിൽ വളരെയധികം കർശനമായിട്ട് പാലിക്കേണ്ടതാണ്. ആൻഡ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എടുക്കുകയാണെങ്കിൽ അവരും ഈ ഇതിനെ ഫേസ് ചെയ്തിട്ടുണ്ട് വിത്ത് തോറിന്റെ ലെജൻഡിനെ കറക്റ്റായിട്ട് അവർ ഇന്റർപ്രറ്റ് ചെയ്തില്ല, അവരുടെ ഇഷ്ടത്തിന് ഇന്റർപ്രറ്റ് ചെയ്തു. ആൻഡ് തോർ ഹാസ് ബീൻ എ ലാഫിംഗ് സ്റ്റോക്ക്. ബട്ട് യഥാർത്ഥ തോറ് അല്ലെങ്കിൽ യഥാർത്ഥ നോർസ് മിത്തോളജി അല്ലെങ്കിൽ നോർസ് ലെജൻഡ്, സോറി ഫോർ യൂസിങ് മിത്തോളജി, നോർസ് ലെജൻഡില് തോർ ഹാസ് എ സിഗ്നിഫിക്കന്റ് പാർട്ട്. റാഗ്നറോക്ക് എന്ന് പറയുന്ന ഒരു പാർട്ട് തോറിന്റെ ജീവിതത്തിലെ പ്രധാനമാണ്. റീബർത്ത് എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോ മാർവലിനുള്ള അതേ ഇഷ്യൂ, ബിക്കോസ് ദേ ആർ സീയിങ് ആസ് എ ഡിഫറെന്റ് എൻറ്റിറ്റി ടു ദ ലെജൻഡ്. ഇപ്പോ ലോഹയ്ക്കും അതേ ഇതാണ്. ലോഹ ഡയറക്ടറും പ്രൊഡ്യൂസറും ഈസ് ഡിഫറെന്റ് ഫ്രം ദ ലെജൻഡ്സ്. അങ്ങനെ ആയിപ്പോയതല്ല,
എന്നാൽ അങ്ങനെ ആയെങ്കിൽ ഇനി വരുന്ന സ്റ്റോറിക്ക് അത് ബേസിസും ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഐ ആം ഷുവർ ലോക വിൽ ബി എ അട്ടർ ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയാം. ഫെയിലിയർ എന്ന് ഞാൻ പറയത്തില്ല, ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയാം. ദോസ് ഹു നോ ദ ലെജൻഡ് they will feel disappointed and that may lead to many other problems in the future. ഇത് ഇപ്പോഴത്തേക്ക് ഒരു നല്ല സ്ക്രീൻ പ്ലേ കിട്ടി, ലെജൻസിനെ സംഹൗ കാണിച്ചു, സംഹൗ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു, ആൻഡ് ഓഫ് കോഴ്സ് ഫാക്ച്വലി എത്രമാത്രം ഇത് കറക്റ്റ് ആണ് എന്നതിലും നമുക്ക് കൂടുതൽ ചിന്തിക്കാനുണ്ട്. ആൻഡ് വേറാസ് കാന്താര is true to its legends. ആ ലെജൻസ് വിട്ട് ആ സ്റ്റോറിയുടെ റിച്ച്നെസ് വിട്ട് കാന്താര വെളിയിൽ പോയിട്ടില്ല. The concept of Panjurali and Guliga has been preserved and showcased as a cultural identity. They are proud of their cultural identity. ഇവിടെ ഒരു ഫിലിം മേക്കർ, ഒരു സെറ്റ് ഓഫ് ഫിലിം മേക്കർ വാസ് നോട്ട് ഷുവർ അബൌട്ട് ദെയർ കൾച്ചറൽ ഐഡന്റിറ്റി, നാദർ ദേ ഷുവർ അബൌട്ട് ദെയർ കൾച്ചറൽ ഐഡന്റിറ്റി. അതാണ് ലോകയ്ക്കും കാന്താരയ്ക്കുമുള്ള പ്രധാന വ്യത്യാസം. കാന്താര ബിലീവ്ഡ് ഇൻ ദ കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് ലോകാസ് ഫിലിം യൂണിവേഴ്സ് ഹാസ് എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി കൾച്ചറൽ ഐഡന്റിറ്റി. കാരണം കൾച്ചറലി സ്പീക്കിംഗ് അതിന് കുറെ കൂടുതലായിട്ട് അത് കുറച്ചും കൂടെ ചെയ്യണം, റിസർച്ച് ചെയ്യണം, അതിലെ ഭക്തിയോടുകൂടി അതിനെ എടുക്കണം എന്ന് പറയുന്ന കാര്യം സത്യമാണ്. അപ്പം ഈ രണ്ട് സിനിമയുടെ പ്രധാന വ്യത്യാസം, കാന്താര തന്റെ കൾച്ചറൽ ഐഡന്റിറ്റിയെ വിട്ടുകൊടുക്കാതെ, അതിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അതിനെ കറക്റ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് ആ ലെജൻഡിനെ കറക്റ്റായിട്ട് കാണിച്ചു. എന്നാൽ ലോക ഹാസ് എ ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് ചാലഞ്ച്. പുതിയൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. ആ സ്റ്റോറി ഷുഡ് ബി ബേസ്ഡ് ഓൺ അവർ ലെജൻസ് എന്ന് പറയുമ്പോൾ ആ ലെജൻസിനെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തിരിക്കാമെന്നതിൽ എനിക്ക് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തിരിക്കാം, കുറച്ചും കൂടെ ഇൻഡിജിനസ് ആയിട്ട് പോയിരിക്കാം, കുറച്ചും കൂടെ തെരച്ചിൽ ഉണ്ടായിരിക്കാം എന്നതിലാണ് എനിക്ക് ലോകയെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് വൺ മോർ തിങ്, ലോക ഷുഡ് ഹാവ് ട്രീറ്റഡ് ഇറ്റ്സ് ലെജൻഡ് as it treated by Demon Slayer. Demon Slayer ഈ സിനിമയ്ക്ക് വളരെയധികം സാഹസ്യമുണ്ട്. മോൺസ്റ്റർ വാസസ് ഹ്യൂമൻ എന്ന് കോൺഫ്ലിക്റ്റ് ആണ് അതിൽ കാണിച്ചിട്ടുള്ളത് ഡീമൺ സ്ലെയറിൽ. അതേപോലെയാണ് ഇവിടെ നീലി വാസസ് ദ വേൾഡ്, ഡിഫറെന്റ്ലി ക്രിയേറ്റഡ് പീപ്പിൾ വാസസ് ദ വേൾഡ്. ആ ഒരു യഥാർത്ഥ കോൺഫ്ലിക്റ്റ് ഇരുന്നും ആ കോൺഫ്ലിക്റ്റ് ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് വളരെയധികം നന്നായിട്ട് എനിക്കിതിൽ തോന്നിയില്ല. ആൻഡ് ഫോർ കാന്താര വില്ലൻ ആരെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കിങ്ഷിപ്പ് വാസസ് ട്രൈബലിസം എന്ന് നമുക്കൊരു ക്ലിയർ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ ലോകയിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് കാണാനും പറ്റിയിട്ടില്ല, ആൻഡ് അതിനെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇനി ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ് അതിനെ ചെയ്യുമായിരിക്കുമെന്ന് അറിയാം. ബട്ട് ലോക ഷുഡ് ട്രീറ്റ് എവറി ഫിലിം അറ്റ് ക്ലോസ് എൻഡ് ഫിലിം. ലൂപ്പ് ആ ക്ലോസ് ചെയ്തിരിക്കണം ആ സിനിമയിൽ തന്നെ. ഫ്യൂച്ചർ ഇത് ഉണ്ടെങ്കിലും ഫ്യൂച്ചറിന് വേണ്ടിയുള്ള സിനിമകൾ അതിൽ നിന്നും ഉണ്ടാവണം, അല്ല അതിൽ ലീഡ് ചെയ്തിട്ട് വേറെ സിനിമകൾ വയ്ക്കാൻ പാടില്ല. ദാറ്റ് ഷുഡ് ബി എ ക്ലോസ് എൻഡഡ് ഫിലിം. ഇൻ എ വേ വില്ലൻ മരിക്കുന്നത് കൂടി അല്ലെങ്കിൽ വില്ലൻ ഇമ്മൊബിലൈസ് ചെയ്തതോടുകൂടി ലോകയിൽ ഒരു ക്ലോഷർ ഉണ്ടെന്ന് പറയാം. ബട്ട് ലോക നെവർ ട്രൈ ടു എക്സ്പ്ലോർ ഇറ്റ്സ് ലെജൻഡറി റൂട്ട്സ്. ബട്ട് മീൻ വൈൽ കാന്താര തന്റെ ലെജൻഡറി റൂട്ട്സിനെ എക്സ്പ്ലോർ ചെയ്യുകയും അതിനെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിലെ ഈ സിനിമകളിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ആൻഡ് Kandara, if it has to be a third part, they will have to utilize even different story mechanism. ഇല്ലെങ്കിൽ ഒരേ കണക്കിനുള്ള സ്റ്റോറി ആയപ്പോൾ ലോകയ്ക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
because it is a open-ended film. This is a close-ended film, കാന്താര. അപ്പോൾ കാന്താരയ്ക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ ലെജൻഡിനെ പറയാനായിട്ട്. ഇവിടെ ആ ലെജൻഡിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാതെ പറയാൻ കുറച്ചും കൂടെ ചാൻസസ് ഉണ്ട് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഇയാൾ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു കോമൺ സെൻസ് ഭാരതീയൻ. സോ ഇങ്ങനെയുള്ള നമ്മുടെ എഫേർട്ടിന് സഹകരിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി ഭാരതത്തിന്റെ നന്മകളെയും തനിത്തന്മകളെയും എടുത്തു പറയുന്നതിൽ വീണ്ടും ഫീലിംഗ് പ്രൗഡ്. ആൻഡ് ബൈ ബൈ ഫ്രം സുന്ദരരാമലക്ഷ്മണൻ. വീണ്ടും ഒരിക്കൽ കൂടി ഒരു വീഡിയോയിൽ ഇനിയും കാണാം. ഭാരത് മാതാ കി ജയ്.